ഇന്നലെ സപ്പോർട്ട് ചോദിച്ചിട്ട വീഡിയോക്ക് അത്യാവശ്യം ലൈക്കും കമന്റും കിട്ടി. അങ്ങനെ ആ ദാരിദ്ര്യം അങ്ങോട്ട് മാറി കിട്ടി. ഇങ്ങനെ സപ്പോർട്ട് ചോദിച്ച വീഡിയോ ഇടാൻ കാരണം മിനിയാന്ന് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതായത് കഴിഞ്ഞ ശനിയാഴ്ച കള്ളവോട്ട് സംബന്ധിച്ച്, അതായത് രാഹുൽ ഗാന്ധി പുറത്തുവിട്ട കാര്യമുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് മീഡിയകളൊക്കെ വൻതോതിൽ കവർ ചെയ്ത വലിയ ന്യൂസായ കാര്യമാണ്. പക്ഷെ നമ്മൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മളൊക്കെ തെരുവിലിറങ്ങി വേണ്ടി വരും. അതായത് ഈ പ്രക്ഷോഭവും പ്രതിഷേധവും ഒക്കെയായി രംഗത്തിറങ്ങേണ്ടി വരും. കാരണം ഇത് ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കമാണ്. അപ്പോൾ നമ്മളൊക്കെ അതിന്റെ ഭാഗമാകേണ്ടി വരും എന്നൊക്കെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. എന്താന്ന് വെച്ചാൽ, നമ്മളെ കൂട്ടത്തിലുള്ള പലരും പലപ്പോഴും പറഞ്ഞ കാരണം ഈ ഇലക്ഷനൊക്കെ കഴിയുമ്പോൾ EVM-ന്റെ കാര്യം, അതുപോലെ കള്ളവോട്ടിന്റെ കാര്യമൊക്കെ. കാരണം പൂർണ്ണമായും ജനാധിപത്യപരമായല്ല, വിശ്വാസയോഗ്യമല്ല ഈ തെരഞ്ഞെടുപ്പൊന്നും. പല കള്ള സംഭവങ്ങളും ഇതിൽ അരങ്ങേറുന്നുണ്ട്, അതായത് കേന്ദ്രത്തിലൊക്കെ എന്നുള്ള രീതിയിലുള്ള പലരും നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. അപ്പൊ ഈ ഒരു വിഷയം ഞാൻ പറഞ്ഞപ്പോ ഇപ്പൊ എന്റെ വീഡിയോ കാണുന്നവരിൽ കൂടുതലും ഈ ഒരു രീതിയിൽ ചിന്തിക്കുന്നവരായിരിക്കും. അതായത് എന്തെങ്കിലും ഒരു നീക്കം അല്ലെങ്കിൽ നടപടി ഈ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്ന് ചിന്തിക്കുന്നവരും ആയിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോ ലൈക്കോ കമന്റോ ഒന്നും കൃത്യമായി വന്നില്ല. അതായത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായിട്ടും എന്താണ് ഒരു അനുകൂലമായ നിലപാട് ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാത്തത് എന്നുള്ളത് ഞാൻ ചിന്തിച്ചു. കാരണം കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ, കാരണം നമ്മളൊക്കെ സമരരംഗത്ത് സമരമുഖത്തൊക്കെ ഇറങ്ങിത്തിരിക്കേണ്ടവരായിരിക്കും. ഈ ജനാധിപത്യ ഇന്ത്യയിൽ അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ് ഒരു പൗരന് എന്ന നിലയ്ക്ക്. അപ്പോ കൂടുതൽ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ള സംസാരമൊക്കെ ചർച്ചകളൊക്കെ വരുമ്പോൾ കൂടുതൽ സപ്പോർട്ട് നമുക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുമ്പോൾ നമുക്ക് അത് കൂടുതൽ ഊർജവും ലഭിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ധൈര്യപൂർവ്വം നിങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിനും, അതായത് കൂടുതൽ ആളുകളിലേക്ക് കൂടുതൽ ചിന്തകൾ ഇതിനെക്കുറിച്ച് ഉണ്ടാക്കുന്നതിനും, ഒരു ഉണർവുണ്ടാക്കുന്നതിനും, നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നതിനും, ചർച്ചയിൽ പങ്കാളികളാകുന്നതിനും ഒക്കെ അത് സഹായകമാകും. അപ്പോൾ കൂടുതൽ ഉണർവുണ്ടാക്കാൻ, അതായത് ഈ ഒരു മേഖലയിൽ അത് തണുത്തു പോകാതെ ഒരു സജീവമാക്കിയ ചർച്ചയാക്കി മാറ്റുവാനൊക്കെ നമുക്ക് ഇതുകൊണ്ട് പ്രേരകമാകും. അതുകൊണ്ടാണ് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്.